Good morning, dear students. In the last class, we have seen about psychological activities, psychological behavior, what is the importance of learning a person's psychology. അല്ലേ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഹൗ എ പേഴ്സൺ ബിഹേവ്സ് ഇൻ സച്ച് എ സിറ്റുവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പേഴ്സണിനെ അനുയോജ്യമായിട്ടുള്ള വർക്ക് നമുക്ക് ജോബ് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെയാണ് ഓർഗനൈസേഷനിൽ മെയിനായിട്ട് വി ആർ നോയിങ് ദ ബിഹേവിയർ ഓഫ് ദി എംപ്ലോയി എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ സൈക്കോളജിക്കൽ പ്രോസസ്സിൽ തന്നെയാണ് അപ്രോച്ചസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് സൈക്കോളജിക്കൽ പ്രോസസ്സിൽ ഏതൊക്കെ അപ്രോച്ചസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ പ്രോസസ്സസ്. അവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ദ ഗോൾ ഓഫ് ദി ഡിസിപ്ലിൻ ഓഫ് സൈക്കോളജി ഇസ് ടു പ്രൊവൈഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആൻഡ് ഗെറ്റിംഗ് ഇൻസൈറ്റ് ഇൻ ടു വേരിയസ് സൈക്കോളജിക്കൽ പ്രോസസ്സസ്. അപ്പോൾ അവരുടെ മെയിൻ ഉദ്ദേശം തന്നെ സൈക്കോളജിയുടെ മെയിൻ ഉദ്ദേശം തന്നെ അത് എന്തൊക്കെയാണ് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് ഓരോ പേഴ്സണും കടന്നു പോകുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്കതിൽ വരുന്നത്. All this makes the scientific study of psychological processes quite exciting and challenging. അപ്പോൾ നമുക്ക് നോക്കാം. Let us examine these approaches in some detail. 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കതിൽ പറയുന്നത്. ഒന്ന്, എക്സ്പീരിയൻഷ്യൽ അപ്രോച്ച്. സെക്കൻഡ് വൺ, ഒബ്സർവേഷണൽ അപ്രോച്ച്. ആൻഡ് തേർഡ് വൺ, എക്സ്പെരിമെൻ്റൽ അപ്രോച്ച്. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. സോ എക്സ്പീരിയൻഷ്യൽ അപ്രോച്ച് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾ. ദാറ്റ് ഈസ് വി ആർ മേക്കിംഗ് ദ എക്സ്പീരിയൻസസ്. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ആൾക്കാരുടെ എക്സ്പീരിയൻസാണ് അവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ആ പ്രവൃത്തിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദിസ് അപ്രോച്ച് കൺസിഡേഴ്സ് ദ എക്സ്പീരിയൻസസ് ഓഫ് പീപ്പിൾ ആസ് ഒത്തൻറ്റിക് അക്കൗണ്ട്സ് ഓഫ് ദിയർ സബ്ജക്റ്റിവിറ്റി. All psychological processes are experienced by people and therefore accessible to all those individuals. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ആർ ഗിവിങ് സം പ്രോസസ്സസ് ആൻഡ് ദോസ് ആർ എക്സ്പീരിയൻസ്ഡ് ബൈ ഓൾ ദ പേഴ്സൺസ്. അപ്പോൾ ആരിനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് സമയം കൊടുക്കുക. ആൻഡ് വി ആർ ലേണിംഗ് ഫ്രം ദോസ് എക്സ്പീരിയൻസസ് ആണ്. ദ പീപ്പിൾ ക്യാൻ റിപ്പോർട്ട് ദെയർ ഓൺ എക്സ്പീരിയൻസസ് ഓഫ് വേരിയസ് ടൈപ്സ്. ദ റീസൺ ഇസ് ദാറ്റ് these processes are open to scrutiny. അപ്പോൾ ഈ പറയുന്ന എക്സ്പീരിയൻസസ് അവരോട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ കൊടുക്കുകയോ ആൻഡ് വി ആർ മേക്കിംഗ് ദം ടു എക്സ്പീരിയൻസ് ദാറ്റ് ആൻഡ് വി ആർ മേക്കിംഗ് ദം ടു ടെൽ അബൌട്ട് ദർ എക്സ്പീരിയൻസ്. അപ്പോൾ ആ പർട്ടിക്കുലർ കാര്യം ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ് എന്നുള്ളത് വി ആർ കളക്റ്റിംഗ് ഫ്രം ദം ആൻഡ് ഇറ്റ് ഈസ് സ്ക്രൂട്ടനൈസ്ഡ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിലക്കെടുക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. Early, psychologists used introspection as an important method to study various processes like memory, perception and thinking. ഈ പഴയ കാലത്ത് നമ്മൾ ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കണ്ടംപററി പീരിയഡിൽ എക്സ്പീരിയൻഷ്യൽ അപ്രോച്ച് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ്. ആൻഡ് തിങ്ക് അലൗഡ് പ്രോട്ടോക്കോൾസ്. സോ ഇവിടെ വരുന്ന എന്താണെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംടൈംസ് ദ മിസ്റ്റേക്സ് മേ ഹാപ്പൻ, അല്ലേ? ഫോൾട്ട് വിൽ ഹാപ്പൻ. ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, മിസ്റ്റേക്കുകൾ സംഭവിക്കാം, അബദ്ധങ്ങൾ സംഭവിക്കാം.
So by doing, we can learn what is the process and everything, because we are doing it. The persons who are selected for this process are doing that. So when they do that, sometimes it may go wrong, sometimes it may go right, sometimes they may get a very bad experience from that. So whatever it may be, they can learn something from their experience. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ചില മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ചില പാളിച്ചകളോ ചില നല്ല കാര്യങ്ങളോ ചില മോശപ്പെട്ട കാര്യങ്ങളോ എന്തും അതിൽ സംഭവിക്കാം. അപ്പോൾ എന്താണോ അതിൽ സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും കൂടി സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ദ ഗുഡ് തിങ്സ് ഓർ ദി ബാഡ് തിങ്സ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തപ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക, നമുക്കത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമുക്കത് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നമുക്ക് മോശപ്പെട്ട എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അബദ്ധങ്ങളാണ് പറ്റിയതെങ്കിൽ വി ക്യാൻ കറക്റ്റ് ഇറ്റ്. ഓക്കെ, സോ വി ക്യാൻ ലേൺ ബൈ ഡൂയിങ് തിങ്സ്. അതാണ് ഏതിൽ വരുന്നത്, എക്സ്പീരിയൻഷ്യൽ അപ്രോച്ചിൽ വരുന്നത്. സോ ഇപ്പോൾ സ്കൂളിലൊക്കെ മിക്കതും അല്ലെങ്കിൽ കോളേജസിലും ഒക്കെ പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾ സ്വയം കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഭൂരിപക്ഷം സെമിനാറുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബൈ പ്രൊവൈഡിങ് സെമിനാർസ് ഫോർ ദെം, അപ്പോൾ അവർ തന്നെ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നന്നായിട്ട് വായിക്കുക, റെഫർ ചെയ്യുക. ദേ ആർ കളക്ടിങ് ദി ഇൻഫർമേഷൻ സോ ദേ ക്യാൻ ഗെറ്റ് മോർ നോളജ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ പാർട്ട് ആൻഡ് ദേ ആർ ടേക്കിംഗ് എ ക്ലാസ് എന്നുള്ളതാണ്. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ടീച്ചർക്കും എന്ത് ചെയ്യാൻ പറ്റും, അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അവരോട് ചേർന്ന് നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വെൻ വി ഡു തിങ്സ് ബൈ ourselves, ഇറ്റ് വിൽ നെവർ ബി forgotten. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് മറക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഈച്ച് ആൻഡ് എവ്രിതിങ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഒരിക്കലും അത് മാഞ്ഞു പോവില്ല. അതാണ് കൂടുതലും പറയുന്നത്, എക്സ്പീരിയൻഷ്യൽ അപ്രോച്ചിൽ പറയുന്നത്, ദാറ്റ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്. സോ യു ഡു ദ ആക്ടിവിറ്റി, യു മേ ഗെറ്റ് ഗുഡ് എക്സ്പീരിയൻസ് ഓർ ബാഡ് എക്സ്പീരിയൻസ്, or you can learn good things or bad things, whatever it is. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ച് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് എക്സ്പീരിയൻഷ്യൽ അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഒബ്സർവേഷണൽ അപ്രോച്ച്. ഒബ്സർവേഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒബ്സർവേഷൻ മെത്തേഡാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. സോ വി ആർ ഒബ്സർവിങ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. അപ്പോൾ ഈ ഒബ്സർവേഷണൽ അപ്രോച്ചിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ബിഹേവിയറൽ, എന്താ പറയുക, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും അതേപോലെ തന്നെ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും. രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും മറ്റൊന്ന് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനാണ്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു ഒബ്സർവ്, that person himself get joined into a group, and then he is also considered as one among the members in that particular group, and he observes how all the other group members behave or what all the other group members do എന്നുള്ള കാര്യങ്ങൾ. Okay, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിലാണെന്നുണ്ടെങ്കിൽ the person who is going to observe will be outside the group, and from outside he will watch or observe things. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ വരുന്നത്, ഒബ്സർവേഷണൽ അപ്രോച്ചിൽ വരുന്നത്. ഒന്നെങ്കിൽ അവർ ഇൻസൈഡേഴ്സ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ആവാം. ഇൻസൈഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിലാണ് ഇൻസൈഡേഴ്സ് ആവുന്നത്. അവരെന്ത് ചെയ്യണം, നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഗ്രൂപ്പ് ഏതാണോ ആ ഗ്രൂപ്പിൽ പോയിട്ട് ഇവർ ചേരാണ്. എന്നിട്ട് അവർ ആ ഗ്രൂപ്പിൽ ഒരു മെമ്പറായിട്ട് ചേർന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്നത്. സോ ദേ ആർ കൺസിഡേർഡ് ആസ് ഇൻസൈഡേഴ്സ്.
ഓക്കെ, സെക്കൻഡ് കാറ്റഗറി എന്താണ് ഇതിൽ വരുന്നത്? നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ ആണ്. നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷനിൽ ദ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു ഒബ്സർവ്, he observes those things by standing outside the group. ഔട്ട്സൈഡറായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അതായത് ഗ്രൂപ്പിൻ്റെ പുറത്ത് നിന്നിട്ടാണ് ഗ്രൂപ്പ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒബ്സർവ്. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് സം ചിൽഡ്രൻ ആർ ഡൂയിങ് സം വർക്ക് ഓർ ഇഫ് ദേ ആർ പ്ലേയിങ് സംതിങ്, ദ പേഴ്സൺ ഈസ് ഒബ്സർവിങ് വാട്ട് ആർ ദേ ഡൂയിങ് എന്നുള്ളത്. അപ്പോൾ ആൾ കുട്ടികളുടെ കൂടെ കളിക്കുന്നില്ല, കുട്ടികളുടെ ഗ്രൂപ്പിൽ ചേരുന്നില്ല, പക്ഷെ മാറി നിന്ന് കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. ദാറ്റ് ഈസ് ഔട്ട്സൈഡേഴ്സ്. അതല്ലാന്നുണ്ടെങ്കിൽ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നും പറയാം. ഇൻസൈഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ചേർന്ന് അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു രംഗമാണ്. ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് എക്സ്പെരിമെൻ്റൽ അപ്രോച്ചാണ്. എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ദിസ് അപ്രോച്ച് uses deliberate or intentional manipulation of certain conditions and then tries to observe the changes taking place in the behavior of interest. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ മാറ്റം വരുത്തി ചില കണ്ടീഷൻസിൽ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വി ആർ കീൻലി ഒബ്സർവിങ് വാട്ട് ആർ ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന പേഴ്സണിനെയോ അറിയാതെ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളായിരിക്കാം. ഫോർ ഇൻസ്റ്റൻസ്, സൈക്കോളജിസ്റ്റ് മേ ലൈക്ക് ടു സ്റ്റഡി ദ ഇമ്പാക്റ്റ് ഓഫ് മൂഡ് ഓൺ മെമ്മറി. ഹി വാണ്ട്സ് ടു ഫൈൻഡ് ദ ആൻസർ ഓഫ് ദി ക്വസ്റ്റ്യൻ അബൌട്ട് ദ പോസിബിൾ എഫക്റ്റ് ഓഫ് ബീങ് ഹാപ്പി ആൻഡ് സാഡ് ഓൺ ലേണിംഗ് എ പോയം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റൻസ് എന്താണെന്നുണ്ടെങ്കിൽ, when a person is learning a poem, okay, when a person is studying or learning a poem, how it creates, what makes him when he learns the poem. അപ്പോൾ ചില പോയം കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചില കഥകൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ മൂഡ് ചേഞ്ചസ്, ചില ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ചിരിച്ച് മതിയാവുന്ന ചില അത്രയും എൻ്റർടൈനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും റീഡറിന് ഒരു തമാശ, ഒരു കോമഡി ഫീൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ അയാളത് വായിച്ചു കഴിയുമ്പോഴും അയാൾക്ക് കുറച്ച് നേരം കൂടിയും ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അത് ഓർത്തോർത്ത് ചിരിക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ഇനി അതല്ല ഒരു സാഡ് സ്റ്റോറിയാണ് അയാൾ വായിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ദിവസത്തെ അയാളുടെ ഹോൾ മൂഡും ഏകദേശം ഈ കഥേനെ ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായേനെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സ് കടന്നു പോകും. അപ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു പേഴ്സൺ എനർജറ്റിക് ആവുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് നെഗറ്റീവായിട്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ വി ആർ ഗിവിങ് സംതിങ് അല്ലെങ്കിൽ വി ആർ മേക്കിംഗ് സം ചേഞ്ചസ്, എന്നിട്ട് നമ്മൾ ആളറിയാതെ നമ്മൾ ജസ്റ്റ് വി ആർ ഒബ്സർവിങ് വാട്ട് ആർ ദി ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അത് കഴിയുമ്പോൾ നമ്മൾ ആ പേഴ്സൻ്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ നമുക്ക് അയാൾ പറയുന്ന എക്സ്പീരിയൻസസ്, അതല്ലാതെ അയാൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് നമുക്കതിൽ വിലയിരുത്താനായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. ഒന്ന് എക്സ്പീരിയൻഷ്യൽ അപ്രോച്ച്, ഒബ്സർവേഷണൽ അപ്രോച്ച് ആൻഡ് എക്സ്പെരിമെൻ്റൽ അപ്രോച്ച്. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പെർസെപ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർസെപ്ഷനെ കുറിച്ചിട്ട്. നമ്മുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ വി ആർ ഇമാജിനിങ് ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു
എന്താ പറയുക, ഒരു 5 ആൾക്കാർ, കണ്ണ് കാണാത്ത ആൾക്കാർ, അവരുടെ മുമ്പിൽ ഒരു ആനേനെ കൊണ്ടുവന്ന് നിർത്തി. അവർക്ക് ആന എന്ന് പറഞ്ഞാൽ അറിയില്ല, കാരണം അവർ ബൈ ബർത്ത് തന്നെ അവർ ബ്ലൈൻഡ് ആയിട്ടുള്ള പീപ്പിളാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ഈ ആനേനെ തൊട്ട് നോക്കിയിട്ട് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾ തൊട്ട് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് പറയാനായിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോരുത്തരും അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ തൊട്ട് നോക്കി, എന്താ പറയുക, ഒരാളതിൻ്റെ കൈയും കാലും ഒക്കെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇതെന്താ തൂണാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആന എങ്ങനെയുണ്ടാവും, ആനേനെ കാണാൻ തൂണ് പോലെ ഉണ്ടാവും, തൂണിയാൾ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല, പക്ഷേ ഒരു പില്ലറാണെന്നുള്ളത് അയാൾക്ക് പറയാനായിട്ട് സാധിക്കും. സംതിങ് ഒരു എന്താ പറയുക, ഒരു ബീം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പില്ലർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത്. വേറൊരാൾ തൊട്ട് നോക്കിയത് ചെവിയുടെ ഭാഗമാണ്. ഇതെന്താണിത്, വലിയൊരു മുറം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും തൊട്ട് നോക്കുന്ന ഏത് പാർട്ടാണോ ആ പാർട്ടിനെ കുറിച്ചിട്ട് അവർക്ക് എന്താണോ അവരുടെ മനസ്സിൽ തോന്നുന്നത് അതാണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ് ദെയർ വേ ഓഫ് പെർസെപ്ഷൻ ബൈ ലുക്കിംഗ് തിങ്സ്. അപ്പോൾ അവർ കാണുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല തെളിഞ്ഞ ഒരു ആകാശമുള്ള സമയത്ത് നമ്മൾ വെൻ വി ലുക്ക് ഇൻ ടു ദ സ്കൈ, നമ്മൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പല ഇമേജസ് തോന്നാറുണ്ട്. ചിലപ്പോൾ ഒരു കുതിരപ്പുറത്ത് ഒരാൾ പോണ പോലെ തോന്നും, ചിലപ്പോൾ തേരിൽ പോണ പോലെ തോന്നും, ചിലപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് തോന്നും, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മുയൽ ചാടി പോണ പോലെ തോന്നും. പല ഇമേജസ് നമുക്ക് എന്താ പറയുക, പല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് ഏകദേശം ഇതെങ്ങനെയാണ്, അതങ്ങനെയാണ് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മാച്ച് ബോക്സസ്, ഈ മാച്ച് ബോക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ യങ് ലേഡി, അതേ വേറൊരു തല തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സായ ഒരു സ്ത്രീയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചാബി ആയിരിക്കാം, പിന്നെ തല തിരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പെണ്ണായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഹൗ ദേ ആർ ക്രിയേറ്റിംഗ് ദോസ് ഇമേജസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ചില ബസ്സുകളുടെ മുകളിൽ ഭയങ്കര ആർട്ട് വർക്കൊക്കെ, ഇപ്പം നമുക്കെല്ലാം ഏകദേശം യൂണിഫോം കളറിലേക്ക് നമുക്ക് ബസ്സുകളും കാര്യങ്ങളൊക്കെ വന്നു. അത് കാരണം നമുക്കൊന്നും ചെയ്യാനില്ല. മുമ്പൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡിസൈൻസാണ് നമുക്ക് ബസ്സിൻ്റെ മുകളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബസ്സിൻ്റെ ബാക്കിലുള്ള ഗ്ലാസ് വിൻഡോയിൽ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ അങ്ങനെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തിപ്പൂ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ആ ചെമ്പരത്തിപ്പൂ ഒന്നുകൂടി നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അത് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണത്, പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു പൂ പോലെ തോന്നും, പക്ഷെ ഒന്നുകൂടിയും സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതൊരു പെൺകുട്ടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ദാറ്റ് ഈസ് തരുന്ന ഇമാജിനേഷൻ. സോ ദാറ്റ് ഈസ് നോൺ ആസ് പെർസെപ്ഷൻ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് അങ്ങനത്തെ ഒരു പിക്ചർ നമുക്ക് അവൈലബിൾ ആണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫേഴ്സ് ടു ദ വേ വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൗണ്ട് us. നമ്മുടെ ചുറ്റുമുള്ളത് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. സോ വി ഗ്യാദർ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്കിത് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ഇതാണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കാനായിട്ട് നമ്മൾ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ തൊട്ട് നോക്കിയിട്ടാണ്, ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ടാണ്, ചിലപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടായിരിക്കാം പറയുന്നത് ഇതാണെന്ന് കഴിച്ചു വയ്ക്കും, ഇത് എന്ത് ടേസ്റ്റാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണേന്നുള്ളത്. എനിക്ക് പുളിയാണോ ഉപ്പാണോ മധുരമാണോ എന്താണോ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ദാറ്റ് ഈസ് നമ്മുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതാണ് അല്ലെങ്കിൽ ഇത് മറ്റൊന്നാണ്, ഹൗ വി ആർ ഡിസൈഡിങ് ഇറ്റ്. Perception is a process by which we organize and interpret our sensory impressions in order to give meaning to the environment. അപ്പം നമ്മൾ നോക്കുന്ന ഒരു കാര്യം, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, അതിന് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ദാറ്റ് ഈസ് ഒരു എന്താ പറയുക,
ആ ഒരു ഇംപ്രഷനെ അല്ലെങ്കിൽ നമ്മൾ ആ നോക്കുന്ന കാര്യത്തിന് ആ ഒരു ഒബ്ജക്റ്റിന് ഒരു മീനിങ് ഫുൾ കൊടുക്കാവുന്ന ഒരു രീതിയെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. പെർസെപ്ഷൻസ് വാരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഡിഫറെൻറ്റ് പീപ്പിൾ പെർസീവ് ഡിഫറെൻറ്റ് തിങ്സ് അബൌട്ട് ദ സെയിം സിറ്റുവേഷൻ. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് വേറൊരു ഇത് ഓർമ്മ വന്നത്. ഓക്കെ, ഒരു വീട്ടിൽ അച്ഛനും അമ്മയും 2 മക്കളും. The father was very busy in working, in doing his office work. ഓക്കെ, അപ്പോൾ ആൾ ഈ തിരക്ക് പിടിച്ച സമയത്ത്, അതേപോലെ തന്നെ എന്താ പറയുക, ഈ കോവിഡ് സമയത്ത് വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ എന്താ ചെയ്യുക, കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് അന്നത്തെ ആളുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ആൾക്ക് 2 ചെറിയ മക്കളാണ് ഉള്ളത്. അപ്പോൾ 2 പേരും കൂടി ഭയങ്കര കരച്ചിലും വാശിയും. അപ്പോൾ ഇത് എന്താണ് ഈ കരച്ചിലും വാശി? അപ്പോൾ അയാൾ ഭാര്യേനെ വിളിച്ച് പറയാണ് കരച്ചിലും വാശിയും. അപ്പോൾ ഭാര്യ വരാൻ കുറച്ച് നേരം വൈകി. അപ്പോൾ ഇയാൾ എന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യാണ്, കുട്ടികളുടെ എന്താണ് വഴക്കെന്നുള്ളത് നോക്കാനായിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു, അപ്പോൾ നോക്കുമ്പോൾ ആ കുട്ടികൾ കരഞ്ഞ് വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ വഴക്കടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ കയ്യിൽ ഒരു ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ഓറഞ്ചിന് വേണ്ടിയിട്ടാണ് അവിടെ കരച്ചിലും വാശിയും ബഹളമൊക്കെ ആയിരുന്നത്. സോ ഈ കുട്ടിയുടെ മക്കളുടെ അച്ഛൻ വന്നിട്ട് എന്ത് ചെയ്തു, ആ ഓറഞ്ച് നേരെ പകുതിയാക്കി 2 ആൾക്കും ഓരോ പാർട്ട് കൊടുത്തിട്ട് അച്ഛൻ അവിടെ ചെന്ന് വീണ്ടും ജോലിയിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും തുടങ്ങി അവർ വീണ്ടും വഴക്കും കരച്ചിലും ബഹളങ്ങളൊക്കെ ആയി. അപ്പോൾ ആൾ ഭാര്യേനെ വിളിച്ചു, നീ എന്താണെന്നുള്ളത് കാര്യം അവിടെ നോക്കുമെന്ന് പറഞ്ഞു. എനിക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഭാര്യ പെട്ടെന്ന് വന്നു. ഇതെന്താ വീണ്ടും കരച്ചിലും ബഹളവും അടിയും കുത്തും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്താ സംഭവം എന്നുള്ളത് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ അവർ 2 പേരും വാശി പിടിക്കുകയാണ്. ഒരാൾക്ക് ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള ഫുൾ പാർട്ടും വേണം, എല്ലാ അല്ലികളും വേണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ്. മറ്റേ ആൾക്ക് തൊണ്ട് മുഴുവനായിട്ട് വേണം എന്നുള്ള കരച്ചിലാണ്. ആൾക്ക് ആർട്ട് വർക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിക്ക് ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ പുറം തൊണ്ട് മുഴുവനും വേണം. അതിനാണ് ഇവിടെ ഈ വഴക്ക് നടന്നിരുന്നത്. അച്ഛൻ വന്നത് ഒന്നും ചോദിക്കാനോ നിന്നില്ല. 2 ആൾക്കും പകുതി